ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അംബ്ലൂസ് മാജിക് വേൾഡ്. ആർക്കെങ്കിലും ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ദാ പിടിച്ചോ, എൻ്റെ വക ഒരു തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഇതിനു വേണ്ടി ആദ്യമേ നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ സാജീരകം, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 പീസ് തക്കോലം, 2-3 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 5-6 ഗ്രാമ്പൂ, ചെറിയ 2 കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഇനി ഈ സ്പൈസസ് എല്ലാം കൂടി ചെറുതീയിൽ റോസ്റ്റ് ചെയ്ത് ഒരു മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 2.5 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അത് 20 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. ചിക്കൻ ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. 3 മീഡിയം സൈസ് ഒനിയൻ, 1 മീഡിയം സൈസ് ടൊമാറ്റോ. ഇതിൽ 2 ഒനിയൻ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയും 1 ഒനിയൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുമാണ്. 3 ടേബിൾ സ്പൂൺ തൈര്. റൈസിലേക്കുള്ള സ്പൈസസ് ഞാൻ 1 കഷ്ണം ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം തക്കോലം, 2 കഷ്ണം പട്ട, 2 ഏലക്ക, 5 ഗ്രാമ്പൂ, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 1 കഷ്ണം ഇഞ്ചി, ഞാനൊരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്, 8-10 വെളുത്തുള്ളി, 2 വലിയ കഷ്ണം മുളക്, നല്ല എരിവുള്ള മുളകാണ്, സോൾട്ട്, ഗീ, സൺഫ്ലവർ ഓയിൽ, കുറച്ച് കിസ്മിസ്, കുറച്ച് നട്ട്സ്. നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3ഉം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ടിടാം. അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുന്നതുവരെ അത് നന്നായി വഴറ്റുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. കുറച്ച് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് ഈ ഒരു മസാലയെ നമ്മൾ ചിക്കൻ റെഡിയാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇവയെല്ലാം കൂടി നന്നായി വഴറ്റി ഒരു ഗോൾഡൻ നിറമാകുന്നവരെ നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു ലിഡ് എടുത്ത് കവർ ചെയ്ത് വയ്ക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കത് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് കിസ്മിസും റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള നമുക്കിതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വളരെ തിന്നായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുത്താൽ മാത്രം മതി. കൂടുതൽ ഇതായിപ്പോയാൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും പിന്നെ വരിക. സോ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് പുറത്തിരുന്ന് കുറച്ച് ക്രിസ്പി ആവും. ഇടയ്ക്ക് നമ്മുടെ ചിക്കനും ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ബിരിയാണി റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. 1 കഷ്ണം ബേ ലീഫ്, തക്കോലം, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ
ഇവയെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരി വെള്ളം വാർന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടാക്കി ബാക്കി വെള്ളം കൂടി പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഞാൻ 2.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ആ സെയിം കപ്പിന് തന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്ന മെഷർമെൻറ്റിൽ നമുക്ക് 3.25 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പിടുമ്പോൾ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ റൈസ് കുക്കായി വരുമ്പോൾ അത് കറക്റ്റ് ആവുകയുള്ളൂ. ഇനി ഒരു ലിഡ് കൊണ്ട് ഇത് കവർ ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇതാ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവയെല്ലാം കൂടി ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയുടെ ടേസ്റ്റും കൂടി ഈ ചിക്കനിൽ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം. റൈസൊക്കെ വെള്ളത്തിൻ്റെ ലെവൽ വരെ പൊങ്ങി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി മിക്സ് ചെയ്ത് ലിഡ് കൊണ്ട് മൂടി വയ്ക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ചെറു തീയിലിരുന്ന് അത് നന്നായി വെള്ളം വറ്റി അത് കറക്റ്റ് ലെവലായി വരും. അതായത് 90% റൈസ് കുക്കായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ഈ സ്റ്റെപ്പ് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് പാലെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കളറിന് വേണ്ടിയാണ്. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയുടെ നിറമാണ് നമുക്കിവിടെ യെല്ലോ കളറിൽ ബിരിയാണിയിൽ കിട്ടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. അതായത് ചെറിയ രീതിയിൽ ഒരു ദമ്മിങ് പ്രോസസ്സ്. അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയിൽ പകുതി ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ ഹാഫ് എടുത്ത് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം സ്പെഷ്യലായി ഉണ്ടാക്കിയ ബിരിയാണി മസാലയിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയെ കൂട്ടി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം വേ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ റൈസ്, ബാക്കിയിരിക്കുന്ന നട്ട്സ്, കിസ്മിസ്, സവാള, പുതിനയില, മല്ലിയില, ബിരിയാണി മസാല ഇവയെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബിരിയാണി സെറ്റായി. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ദം ചെയ്യാം. അങ്ങനെ വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ദം ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അത് നമുക്ക് ചൂടാക്കി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് ഈ പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്യുക. ഈ ലിഡിലൊരു ഹോളുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു ടേപ്പ് വെച്ച് അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആവിയൊന്നും പുറത്തു പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഒരു ഡോ ഉണ്ടാക്കി ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും ആവി പുറത്തു പോകത്തില്ല. നന്നായി നമുക്ക് ദം ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുക്കാം. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നല്ല സൂപ്പർ സ്മെല്ലാട്ടോ വരുന്നേ. ഇനി ഞാനിത് സെർവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും നട്ട്സും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കനും റൈസും കൂടി ആഡ് ചെയ്ത് ബൗൾ സെറ്റ് ചെയ്യുന്നു. ആ ബൗളിൽ ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് സെർവ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡിയായിരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ മോൻ ഇവിടെ ബിരിയാണി കഴിക്കാൻ അക്ഷമനായിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഇനി കാണും വരെ ബൈ ബൈ ഫ്രം അംബ്ലൂസ് മാജിക് വേൾഡ്.